ചേച്ചി പടം കണ്ടായിരുന്നു, ഇഷ്ടപ്പെട്ടോ? പടം കണ്ടായിരുന്നു, ചേട്ടാ പടം കണ്ടായിരുന്നു, വളരെ ഇഷ്ടപ്പെട്ടോ? ഗായത്രിയുടെയും ശ്വേതയുടെ പെർഫോമൻസ് ഒക്കെ ഉണ്ടായിരുന്നു. ഓരോ സീക്വൻസിനും ഓരോ ലെവലാണ് വന്നേക്കുന്നത്. ഓരോ സീക്വൻസും ഓരോരോ ആൾക്കാർ നോക്കിയൊക്കെ എന്തായാലും അടുത്ത ഐറ്റം എന്താണെന്ന് നോക്കിയൊക്കെ പടം ഇമോഷണലാണ് അല്ല ഒരു ഒരു പ്രത്യേകിച്ച് ഒരു രീതി ഉണ്ട്. എല്ലാത്തിലും വെറൈറ്റി എന്ന് തോന്നുന്നു. എല്ലാത്തിലും വെറൈറ്റി ഉണ്ട്. ചേട്ടാ എങ്ങനെ ഉണ്ടായിരുന്നു? പടം എങ്ങനെ ഉണ്ടായിരുന്നു? പെർഫോമൻസ് എങ്ങനെയുണ്ട്? സൂപ്പറായിരുന്നു. കമ്പ് വെച്ച് കിട്ടിയ സീനില്ലേ, ആ മലയുടെ മേളിൽ കയറിയിട്ട് ചേച്ചി അവസാനം പറയും ഇത്രയും പ്രായമായിട്ട് ചേച്ചി വഴക്ക് പറഞ്ഞ നിങ്ങളെല്ലാവരും പ്രൊമോട്ട് ചെയ്യുക. ചെറിയ പടമാണ്, നിങ്ങളെല്ലാവരും പ്രൊമോട്ട് ചെയ്താൽ മാത്രമേ അത് ഇയാളുടെ ക്രെഡിറ്റ് ആണ്. അല്ല, ഡയറക്ടർ നന്നായിട്ട് മേക്ക് ചെയ്തിട്ടുണ്ട്. അതാണ് അതിന്റെ വിഷയം. അത് എന്നെ ഇങ്ങനത്തെ ഡയറക്ടേഴ്സ് അപ്പോൾ ഇപ്പൊ നമ്മൾ ആർട്ടിസ്റ്റാണ്. നമുക്ക് വരുന്ന ക്യാരക്ടേഴ്സ് വെച്ചിട്ട് ഏതാ നന്നായി ചെയ്യാൻ പറ്റുക, അത് അജയൻ്റെ ഒരു വിഷനാണ്. അജയൻ വന്ന് എന്നോട് എന്താ പറയുക സ്റ്റോറി പറഞ്ഞപ്പോൾ ആളുടെ കൺവിക്ഷൻ കണ്ടപ്പോൾ എനിക്ക് തോന്നി ചെയ്യണം. പക്ഷെ ഞാൻ ഭയങ്കര സന്തോഷമാണ്. ബിക്കോസ് ഇത്ര എന്താ പറയുക നോർമൽ നാച്ചുറൽ ലൊക്കേഷൻ ഭയങ്കര കഷ്ടപ്പെട്ടിട്ടുണ്ട് എല്ലാവരും, നമ്മളെല്ലാവരും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഇറ്റ്സ് എ ഗുഡ് ഫിലിം. ചെറിയ ഫിലിമാണ്, നിങ്ങളെല്ലാവരുമാണ് സപ്പോർട്ട് ഇപ്പോൾ വേണ്ടത്. ഈ ചെറിയ ഫിലിമിന് സപ്പോർട്ട് കിട്ടിയാൽ മാത്രമേ അത് വളരൂ. ഈ സിനിമ എല്ലാവരും ചെയ്യുന്ന ദിവസങ്ങളിലൊക്കെ ഇപ്പം ഡാർക്കിനെ ഭയങ്കരമായിട്ട് മോശമായിട്ട് ചിത്രീകരിക്കുന്ന ഇതിൽ പ്രസ്ഥാനങ്ങളൊക്കെ ചിലർന്ന് വന്നല്ലോ. ശ്വേതമേനൊരു ശബ്ദം കൊടുത്തിരിക്കുന്നത് ഞാനാണ്. മധുബൻ വക്കീലാണ്, ഹൈക്കോടതിയിൽ വക്കീലാണ്. അജയൻ എൻ്റെ ഗുരുവാണ്. അജയൻ്റെ നാടകത്തിൽ കൂടെ വന്നിട്ടാണ് എനിക്ക്, അജയനായതുകൊണ്ടാണ് എനിക്ക് ഇത്രയും നന്നായി പെർഫോം ചെയ്യാൻ പറ്റിയത്. എല്ലാവരുടെയും സപ്പോർട്ടിന് നന്ദി. ശ്വേതയെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഗംഭീര മൂവി എന്ന് പറഞ്ഞാൽ ഗംഭീര മൂവി. കാരണം കാടിൻ്റെ മക്കളുടെ കഥ ലൈവായിട്ട് അവതരിപ്പിച്ചു സാറ്. പിന്നെ ഓരോരുത്തരും നല്ല രീതിയിൽ പെർഫോമൻസ് ചെയ്തു. അതുപോലെ തന്നെ എന്ന് വെച്ചാൽ ഓരോ രംഗങ്ങൾ നല്ല ഫീൽ ചെയ്യുന്ന രംഗങ്ങളൊക്കെ ആയിരുന്നു. അതിലും പോലും ആ ഒരു ക്യാരക്ടറാണ്. പിന്നെ ഗായത്രി ചേച്ചി ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരു രണ്ട് ടൈപ്പ് ഒരു എന്താ പറയുക കലിപ്പ് രീതിയിലൊക്കെ വേറൊരു സംഭവം ചെയ്തിട്ടുണ്ട്. പിന്നെ കളറിങ് ഗംഭീരമാണ്. എല്ലാവരും ഈ ഒരു സിനിമ കാണണം. അടിപൊളി സിനിമ. അത് തന്നെ ഇപ്പൊ സമൂഹത്തിൽ അവഗണിക്കപ്പെടുന്ന പല ആൾക്കാരുടെ കഥ തന്നെയാണിത്. അപ്പൊ അതെല്ലാവരും കാണണം. പിന്നെ ഇതിൻ്റെ അത് ശ്വേത ചേച്ചിയുടെ ബാല്യകാലം ചെയ്ത നീത എന്ന് പറഞ്ഞിട്ടൊരു ചേച്ചിയാണ്, നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ പിന്നണി പ്രവർത്തിച്ച ക്യാമറാമാൻ ആണെങ്കിലും സ്പെഷ്യൽ എഫക്ട്സ് ചെയ്ത ആളാണെങ്കിലും എഡിറ്റർ ആണെങ്കിലും എല്ലാവരും ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്.